When we travel through a desert, at a distance ahead, we can see vast areas of water before us. മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ദൂരേക്ക് നോക്കുമ്പോൾ വലിയ ജലാശയങ്ങൾ ഉള്ളതുപോലെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയും. But as we come near, we find there's no water there. എന്നാൽ നാം ഈ ജലാശയങ്ങളോട് അടുത്ത് വരുന്തോറും അവിടെ വെള്ളത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് നാം മനസ്സിലാക്കും. This is what they call as optical illusion. ഇതിനെ അവർ പറയുന്ന ഇതാണ്, കാഴ്ച ഉണ്ടാക്കിയ ഒരു മിഥ്യയാണ്, കാഴ്ചയുടെ ഒരു മിഥ്യയാണ് ആ കണ്ട ജലാശയം. So I would like to relate this to our practical life. നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ഈ കാര്യത്തെ ബന്ധപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Every person is very sure as to his convictions, opinions, perspective. ഓരോ വ്യക്തിയും അവരവരുടെ ബോധ്യങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം സംബന്ധിച്ച് വളരെ വളരെ സ്വയബോധമുള്ളവരാണ്. People make choices and decisions and seek their pursuits after ambitions of life. Everything with such conviction that no one can actually prevail over them. ആളുകൾ അവരുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു അവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച്. മുമ്പോട്ടുള്ള പല തീരുമാനങ്ങളും അവരെടുക്കുന്നതിലെല്ലാം അവർക്ക് വളരെ ബോധ്യമുണ്ട്. ആർക്കും അവരെ അതിജീവിക്കുവാൻ, അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. Everybody is very sure about what they say, what they do and what they are going to do. അവർ പറയുന്ന സംബന്ധിച്ചും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സംബന്ധിച്ചും ചെയ്യാൻ പോകുന്നത് കുറിച്ചും എല്ലാവരും വളരെ ബോധ്യമുള്ളവരാണ്. It's very difficult to convince another person. മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. And another person also finds it very difficult to convince us. മറിച്ചും സത്യമാണ്, മറ്റൊരാൾക്ക് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ബുദ്ധിമുട്ടാണ്. There is one thing we all do not know. നാം എല്ലാവരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. Life is driven by illusion than reality. ജീവിതം യാഥാർത്ഥ്യങ്ങളെക്കാൾ മിഥ്യകളാൽ മുമ്പോട്ട് Let me ചലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. repeat it. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. Every life is driven by illusion and not reality. എല്ലാ ജീവിതങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് മിഥ്യാധാരണകളാണ് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. Every man lives a life that is misunderstood, not well understood. എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് തെറ്റായി മനസ്സിലാക്കപ്പെട്ട ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ യാഥാർത്ഥ്യ ബോധങ്ങളിൽ നിന്നല്ല. Think of living a misunderstood life. തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്ന, തെറ്റായി ധാരണ പുലർത്തപ്പെടുന്ന ഒരു ജീവിതം ഒരാൾ നയിക്കുന്നത് ചിന്തിക്കുക. And every man lives that misunderstood life. ഓർക്കണം, എല്ലാ മനുഷ്യരും തെറ്റായി ധരിപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Recently I listened to the words of a well-known actor, Malayalam actor. സമീപകാലത്ത് വളരെ പ്രശസ്തനായ ഒരു മലയാളം സിനിമാ നടന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുവാനിടയായി. He was in the ICU for a period. ഒരു കാലയളവ് അദ്ദേഹം ICUവിൽ ചെലവഴിച്ചു. And he found every night somebody was dying near to him. തൻ്റെ അടുത്ത് കിടക്കുന്ന പലരും ഓരോ രാത്രി ഓരോരുത്തരായി മരിക്കുന്നത് അദ്ദേഹം കണ്ടു. And the dying beds were coming closer and closer to him. ഈ മരണം തൻ്റെ കിടക്കയോട് അടുത്തടുത്ത് വരുന്നു എന്നുള്ളതും താൻ കണ്ടു. And one day the man next to his bed died. ആ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള മനുഷ്യൻ മരിച്ചു. Then he thought, tomorrow is my turn. I'm going to die tomorrow. അദ്ദേഹം അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, നാളെ എൻ്റെ ഊഴമാണ്, ഞാനാണ് നാളെ മരിക്കാൻ പോകുന്നത്. You know, the immediate thought that came to his mind is this. അയാളുടെ മനസ്സിലേക്ക് ആ സമയത്ത് വന്ന ഉടനടി വന്ന ചിന്ത ഇതാണ്: What's the good of a national award? ദേശീയ പുരസ്കാരം കൊണ്ട് ഈ സന്ദർഭത്തിൽ എന്ത് പ്രയോജനം? What's the good even with an Oscar? ഓസ്കാർ കൊണ്ട് എന്ത് പ്രയോജനം? After all, life is going to end in this ICU.
എൻ്റെ ജീവിതവിധ ഈ ICUയിൽ തീരാൻ പോവുകയാണ്. Every person at one point or other gets some realization of this fact. എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ അല്ലെ മറ്റൊരു അവസരത്തിൽ ഇങ്ങനൊരു തിരിച്ചറിവിലേക്ക് വരും. But most people have to wait for the end of their life to get this realization. എന്നാൽ മിക്കവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് ഈ ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിക്കുന്നത്. Till then they will live this misunderstanding of life. അതുവരെ ഈ തെറ്റിദ്ധാരണയുടെ ജീവിതമാണ് അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. But at least at the last point they regret. എന്നാൽ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലെങ്കിലും അവർ ഖേദിക്കുകയാണ്. Things I sought as worthy were not really worthy to be pursued. ഞാൻ വിലയേറിയതെന്ന് പറഞ്ഞ് അന്വേഷിച്ചിരുന്ന കാര്യങ്ങൾ അവ വാസ്തവത്തിൽ വിലയുള്ളവയായിരുന്നില്ല. Things I thought true and real were not really true and real. സത്യമെന്നും യാഥാർത്ഥ്യമെന്നും ഞാൻ ധരിച്ചിരുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ സത്യമായവയായിരുന്നില്ല. Those attractions and ambitions I pursued in life were not really worth pursuing. ജീവിതത്തിൽ എന്നെ ആകർഷിച്ചതും അഭിലഷിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ അഭിലഷണീയമായിരുന്നില്ല. But it's too late now. പക്ഷേ എന്നാൽ ഈ തിരിച്ചറിവ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇപ്പോൾ എൻ്റെ സമയമെല്ലാം പോയിരിക്കുന്നു. Thus every life departs life too disappointed and in despair. അങ്ങനെ അവരുടെ ജീവിതം ഇഹലോ ജീവിതം വെടിയുമ്പോൾ അവർ ദുഃഖിതരായും വിഷണ്ണരായും അവർ ജീവിതം വെടിയുന്നു. Living a life that is misunderstood. തെറ്റായി ധരിച്ചുള്ള ഒരു ജീവിതം ജീവിക്കുന്ന അപകടം. Living a life that is misunderstood. തെറ്റായി മനസ്സിലാക്കി ജീവിക്കുന്ന ജീവിതങ്ങൾ. Let's read from Ephesians chapter 2. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. Chapter 2 verse 1 to 3. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിലും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. See, this is the story of man. ഇത് മനുഷ്യന്റെ കഥയാണ്. It's a story of every man in the world. ഈ ലോകത്തിലെ ഓരോ മനുഷ്യന്റെയും കഥ ഇതാണ്. And even it's a story, our own story. നമ്മളുടെ തന്നെ കഥയാണ്. But Paul's saying to Ephesians, he's referring to the past way they lived. പൗലോസ് ഇത് പറയുമ്പോൾ അവർ ജീവിച്ചിരുന്ന പഴയ കാലഘട്ടത്തെക്കുറിച്ചാണ് അവരോട് പറയുന്നത്. It's written there, you were dead in sins and trespasses. നിങ്ങൾ അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചവരായിരുന്നു. What is to be dead in sins and trespasses? അതിക്രമത്തിലും പാപത്തിലും മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? They were dead. They had no decision about it, no choice about it. The whole decision and choice came from sin and trespass. അവർ മരിച്ചവരായിരുന്ന കാരണത്താൽ അവർക്ക് തന്നെ തീരുമാനങ്ങളില്ലായിരുന്നു, അവർക്ക് തന്നെ തിരഞ്ഞെടുപ്പുകളില്ലായിരുന്നു. അവരുടെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും നടത്തിയിരുന്നത് പാപവും അതിക്രമങ്ങളുമായിരുന്നു. The spirit was dead. അവരുടെ ആത്മാവിൽ അവർ മൃതരായിരുന്നു. They didn't have any sense of sin and violation of God's will. അവരെ സംബന്ധിച്ചിടത്തോളം പാപത്തെക്കുറിച്ചും ദൈവത്തിന്റെ വ്യവസ്ഥിതിയെ ലംഘിക്കുന്നതിനെ കുറിച്ചുമുള്ള ഒരു ബോധവും അവർക്കില്ലായിരുന്നു. Like a shepherd leading the sheep. ഒരു ഇടയൻ ആടിനെ നയിക്കുന്നത് Sin and trespasses were leading them. പാപവും അതിക്രമവും അവരെ മേയിച്ചുകൊണ്ടിരുന്നു. Blind to life. ജീവിതത്തോട് അന്ധത പുലർന്നു. Close to God. ദൈവത്തിന് അടഞ്ഞവരായി. Living a totally misunderstood life. തീർത്തും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് They lived in the course of this world. ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് അവർ പോയി. After the prince of the air.
ആകാശമണ്ഡലങ്ങളുടെ അധികാരികൾക്ക് ഒത്തവണ്ണം അവർ നടന്നു. After the spirit that is working in the sons of disobedience. അനുസരണം കെട്ടവരിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ വിധേയരായി അവർ നടന്നു. Every man disobeying God is governed by a certain spirit. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നവരെല്ലാവരും ഒരു ആത്മാവിന്റെ അധികാര പരിധിയിലാണെന്ന് ഓർക്കണം. As you turn away from God and walk the other way from God, there is a spirit that is governing you. ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ് മറുദിശയിൽ നടക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ആത്മാവുണ്ട്. And more, you lived in the lust of your flesh. മാത്രമല്ല ജഡത്തിന്റെ ആസക്തിയിൽ നിങ്ങൾ നടന്നിരുന്നു. And after the desires of your mind. നിന്റെ മനോവികാരങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ നടന്നിരുന്നു. This is the past story of the redeemed. വീണ്ടെടുക്കപ്പെട്ടവരുടെ പൂർവകാല ചരിത്രമാണിത്. The dark past. ഇരുണ്ട ഭൂതകാലം. That sinful past. പാപം നിറഞ്ഞ ഭൂതകാലം. That godless past. ദൈവമില്ലാത്ത ആ ഭൂതകാലം. Do you ever look back to your life? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ടോ? It's a veil. We cannot show it to anyone. മറ്റാർക്കും കാണിച്ചു കൊടുക്കുവാൻ നമുക്കത് സാധിക്കില്ല. We dress so well, we speak so well, we fashion ourselves so well, we make ourselves so impressive to others, but our past cannot be unveiled to anyone. നാം നന്നായി ഉടുത്തൊരുങ്ങുന്നു, നാം നല്ല മുഖം കാണിക്കുന്നു, നല്ല രീതിയിൽ ചിരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ ഭൂതകാലം നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയാതെ വണ്ണം ഉള്ളവയാണ്. But God was merciful to us. എന്നാൽ ദൈവം നമ്മളോട് കരുണാമയനായി. Our God was merciful to us. നമ്മുടെ ദൈവം നമ്മളോട് കരുണയുള്ളവനായിരുന്നു. He washed away our sins. അവൻ നമ്മുടെ പാപങ്ങളെ കഴുകി called us by our name. നമ്മളെ പേർ ചൊല്ലി വിളിച്ചു. Received us into his fold. തന്റെ കൂട്ടത്തിലേക്ക് അവൻ നമ്മളെ ചേർത്തു. Made us his own. നമ്മളെ അവന്റെ സ്വന്തമാക്കി. We were born again. നാം വീണ്ടും ജനിച്ചു. Born again. വീണ്ടും ജനിച്ചു. It's a word very commonly we see and hear among the believers. വിശ്വാസികളുടെ ഇടയിൽ സാധാരണമായി നാം കേൾക്കുന്ന ഒരു പദമാണ് Born again. വീണ്ടും ജനിക്കുക. What's the difference? Born again. അതിലെന്താ വ്യത്യാസം ഇരിക്കുന്നത്? വീണ്ടും ജനിക്കുക. Why did God give us a new birth? എന്തുകൊണ്ടാണ് കർത്താവ് നമുക്കൊരു പുതുജനനം നൽകിയത്? Because this is our past. എന്തുകൊണ്ടെന്നാൽ ഇതായിരുന്നു നമ്മളുടെ ഭൂതകാലം. In sin, പാപത്തിൽ, in transgressions, അതിക്രമങ്ങൾ, in the lust of the flesh, ജഡത്തിന്റെ ആസക്തി, in the desires of the mind, മനോവികാരങ്ങളിൽ, after the prince of the air, ആകാശത്തിന്റെ അന്ധകാര ശക്തികളുടെ വ്യാപാരത്തിന് കീഴിൽ, in the flow current of this world, ലോകത്തിന്റെ ഗതിക്കൊത്തവണ്ണം God gave us a new birth. കർത്താവ് നമുക്ക് അതിൽ നിന്ന് ഒരു പുതിയ ജനനം നൽകി. Why? എന്തുകൊണ്ട്? The past is gone. എൻ്റെ പഴയത് കഴിഞ്ഞുപോയി. We wasted our past. നമ്മളുടെ ഭൂതകാലം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. It cannot be accounted as part of a good life. It's all gone. ഒരു നല്ല ജീവിതത്തിന്റെ ഭാഗമെന്ന് പരിഗണിക്കാൻ കഴിയാതെ വണ്ണം അത് പോയതാണ്. It cannot be told or shown to anyone. അതാർക്കും കാണിച്ചു കൊടുക്കുവാൻ പറ്റാതെ വണ്ണം ഹീനമാണ്. God says, I will give you a fresh opportunity to live. നിനക്ക് ജീവിക്കാൻ ഒരു പുത്തൻ അവസരം ഞാൻ നിനക്ക് നൽകുകയാണെന്നാണ് കർത്താവ് പറഞ്ഞത്. Wonderful. എത്ര മനോഹരം. Praise the Lord. Hallelujah. What is to be born again? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? God granting us a new phase, a time. I will give you a new chance. കർത്താവ് നമുക്ക് ഒരു പുത്തൻ അവസരം, ഒരു പുത്തൻ ചാൻസ് ദൈവം നൽകുകയാണ്. ഇതാ നിനക്ക് വീണ്ടും ജീവിക്കാം. Are you ashamed of the past? ഭൂതകാലത്തെ കുറിച്ച് നിനക്ക് ലജ്ജയുണ്ടോ? Worried of the past? അതിനെക്കുറിച്ച് നീ ഖേദിക്കുന്നു? Don't worry.
വിഷമിക്കേണ്ട, I have washed it all. അവയെല്ലാം ഞാൻ മായ്ച്ചു കളഞ്ഞു. It's no more there. അതിനി അവിടെ ഇല്ല. But now എന്നാൽ ഇപ്പോഴോ I give you a fresh opportunity. നിനക്കൊരു പുത്തൻ അവസരം ഞാൻ നിനക്ക് നൽകുകയാണ്. Then you lived a misunderstood അന്ന് life. നീ തെറ്റായി ധരിച്ച ഒരു ജീവിതമാണ് ജീവിച്ചിരുന്നത്. Now on, ഇന്നു മുതൽ know what is true. സത്യം ഏതാണെന്ന് അറിയുക. Know what is real. യാഥാർത്ഥ്യം ഏതാണെന്ന് അറിയുക. Know what God calls us life. ദൈവം ജീവിതം എന്ന് വിളിക്കുന്നത് എന്തിനെയാണെന്ന് ഗ്രഹിക്കുക. Know what is true life. യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയുക. Amen. ആമേൻ. We are given this new opportunity of life by the grace of God. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഈ പുതിയ അവസരം, ജീവിക്കാനുള്ള അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. And what for? That we may live to the will and purpose of God. ദൈവത്തിന്റെ ഹിതത്തിനും ആ ലക്ഷ്യത്തിനുമായി, ഉദ്ദേശത്തിനുമായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ So അവസരം. we are come out of darkness into light. നാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു. No more in darkness. മേലാൽ ഇരുട്ടിലല്ല, In the light of God. ദൈവത്തിന്റെ വെളിച്ചത്തിൽ. This is something altogether new. ഇത് പുതുപുത്തനാണ്, തീർത്തും പുത്തനാണ്. If a man is in Christ, he is a new creature. ഒരു മനുഷ്യൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടി. The old is gone. പഴയത് കഴിഞ്ഞുപോയി, The new has come. പുതിയത് ഇതാ വന്നിരിക്കുന്നു. What does it all mean? ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? We need a paradigm shift into a fresh life. നാം ഇതുവരെ ധരിച്ചിരുന്ന, ശരിയെന്ന് ധരിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നേ മതിയാകും. You know what a paradigm is? ഒരു പാരഡിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? It's a set of thinking, it's a set of rules, it is a set of definition to define something, to understand something. Yeah. ഏതെങ്കിലും ഒരു കാര്യത്തെ, വസ്തുതയെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിർവചിക്കുന്ന ആ ഒരു ഘടന, ഒരു ചില കാര്യങ്ങൾ വെച്ച് ഒരു കാര്യത്തെ വിശദമാക്കുന്ന ഒരു കൂട്ടം ഘടകങ്ങൾ. We have a paradigm of life before. അങ്ങനെ ജീവിതം സംബന്ധിച്ച് ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞ പല ധാരണകൾ നമ്മൾ പുലർത്തിയിരുന്നു. അത് ശരിയെന്ന് നാം വിശ്വസിച്ചിരുന്നു. We thought to enjoy his life. ഉദാഹരണത്തിന് ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ചില ധാരണകൾ ഉണ്ടായിരുന്നു. We thought what is seen is real. കാണുന്നതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. We thought what we gain now is all that matters. ഇവിടെ എന്തെങ്കിലും നേടാൻ കഴിയുന്നതിലാണ് കാര്യം എന്ന് നമ്മൾ And we വിചാരിച്ചു. thought I am the boss of my life. എന്റെ ജീവിതത്തിന്റെ മേലധികാരി ഞാനാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. And we thought I know what is best for my life. എന്റെ ജീവിതത്തിന് ഏറ്റവും നല്ലത് ഏതാണെന്ന് എനിക്കറിയാം എന്ന് നമ്മൾ ധരിച്ചിരുന്നു. And we had such ideas of our life. Altogether it was a misunderstood life. ജീവിതത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന ധാരണകളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണകളുടെ ഒരു ജീവിതമാണ് ജീവിച്ചത്. Now we need a paradigm shift of life according to God. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ധാരണകളിൽ നിന്ന് അടിസ്ഥാനപരമായ വ്യത്യാസമുള്ള ദൈവത്തിനനുസൃതമായ ജീവിതത്തിന്റെ ധാരണകളിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. This is why Jesus said, be converted as children. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. Children, what do they know? ശിശുക്കൾ അവർക്ക് എന്തറിയാം? No triple MS, അവർക്ക് MS ഇല്ല, no PhD. PhD ഇല്ല. See, although many people do not have MS and PhD, they know everything. എല്ലാവർക്കും ഒന്നും MS ഉം PhD ഒന്നും ഇല്ലെങ്കിലും ഈ ആളുകൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. Politics, രാഷ്ട്രീയം അറിയാം, economy of the country, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പറ്റി how അറിയാം, others should live, മറ്റുള്ളവർ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അറിയാം, spirituality, ആത്മീയത, how church should go, ചർച്ച എങ്ങനെയാണ് how the pastor should conduct. പാസ്റ്റർ എങ്ങനെ പെരുമാറണം. Everyone is a PhD. ഈ കാര്യങ്ങൾ എല്ലാവരും PhD ആണ്. Jesus said, be converted as children. യേശു കർത്താവ് പറയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാണ്. Because എന്തുകൊണ്ടെന്നാൽ you know a lot of things, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. it is all stupidity.
അവയെല്ലാം മരമണ്ടത്തരങ്ങളാണ്. You need to unlearn what you have learned. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ മറക്കേണ്ടിയിരിക്കുന്നു. Especially people who have been believers for some time. ചിരകാലം വിശ്വാസികളായവർ വിശേഷിച്ചും They carry a lot of things in their head. അവരുടെ തലയിൽ അവർ പല കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. Everyone should come back, unlearn himself. അങ്ങനെ പഠിച്ചു വെച്ച കാര്യങ്ങളെല്ലാം അവർ അതിനെ മറന്നു കളയണം, And learn fresh everything. എന്നിട്ട് പുത്തനായി ചിലത് പഠിക്കണം. How? എങ്ങനെ? That's why God's word is given. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ വചനം നൽകപ്പെട്ടിരിക്കുന്നത്. And those who do not learn the word, വചനം പഠിക്കാതിരിക്കുന്നവർ, they learn what is in the social media. പിന്നെ അവർ പഠിക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള They കാര്യങ്ങൾ. learn what people talk to one another. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണോ സംസാരിക്കുന്നത് അതാണ് അവർ They മനസ്സിലാക്കുന്നത്. carry the same learning they had in the past time of darkness. ഇരുട്ടിന്റെ നാളുകളിൽ അവരെന്ത് പഠിച്ചിരുന്നോ അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Do you want that life in the light of God? ദൈവത്തിന്റെ വെളിച്ചത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നോ? Clearly know what the word of God says. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്ന് വ്യക്തമായി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. What the word of God says of God. ദൈവത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? What the word of God says of Jesus Christ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു? What the word says of life. ജീവിതത്തെക്കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു? What the word says of relationship and family. ബന്ധത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ദൈവവചനം എന്ത് പറയുന്നു? Only then you have the right understanding, or you will live that misunderstood life. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ കാര്യത്തെക്കുള്ള ഗ്രഹണമുണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റായി ധരിച്ച ഒരു ജീവിതം തുടരും. So you need a paradigm shift of life. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ജീവിത സിദ്ധാന്തങ്ങളിൽ അടിസ്ഥാനപരമായൊരു മാറ്റം നമുക്ക് വരേണ്ടിയിരിക്കുന്നു. Fresh understanding. ഒരു പുത്തൻ മനസ്സിലാക്കൽ, Fresh way of thinking. ഒരു പുത്തൻ ചിന്താരീതി, Fresh perspectives. ജീവിതത്തെ പറ്റിയുള്ള ഒരു പുത്തൻ കാഴ്ചപ്പാട്, Fresh pursuits of life. പുത്തൻ പിന്തുടരലുകൾ. This is to be born again. ഇതാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. Having said that, കാര്യം ഇത്രയും പറഞ്ഞിട്ട്, this is one great crisis we face in the evangelical community. സുവിശേഷ വിഹിത സമൂഹങ്ങളിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഇതാണ്. So many people claim to be born again. അനേക ആളുകൾ ഞങ്ങൾ വീണ്ടും ജനിച്ചവരാണെന്ന് അവകാശപ്പെടുന്നു. But their way of thinking hasn't changed. എന്നാൽ അവരുടെ ചിന്താരീതി മാറിയിട്ടില്ല. Their perspectives haven't changed. അവരുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടില്ല. The pursuits are the same. അവർ പിന്തുടരുന്നത് അതേ പഴയ കാര്യങ്ങളെയാണ്. The desires and ambitions and the dreams are the same of the past life. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഭിലാഷങ്ങൾ ഇതെല്ലാം പഴയ കാര്യങ്ങൾ തന്നെ തുടരുന്നു. They approach the world and life the same way they approached it in the earlier life. തങ്ങളുടെ ജീവിതത്തെ പണ്ടെങ്ങനെ സമീപിച്ചിരുന്നോ അതുപോലെ തന്നെ ഇന്നും അവരുടെ ജീവിതത്തോടുള്ള സമീപനം തുടരുകയാണ്. They live a misunderstood life. അവരും തെറ്റായി മനസ്സിലാക്കിയ ഒരു ജീവിതമാണ് Things doesn't reconcile. കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. This is a great crisis in evangelical Christendom. സുവിശേഷ വിഹിത ക്രൈസ്തവ ലോകത്തിൽ ഉള്ള ഒരു വലിയ പ്രതിസന്ധിയാണ്. It's a great crisis everywhere. എല്ലായിടത്തും ഈ പ്രതിസന്ധി നാം കാണുന്നു. You know, when Jacob came for his blessing near Isaac, ഇസാക്കിന്റെ അടുക്കൽ യാക്കോബ് അനുഗ്രഹത്തിനായി കടന്നു വന്നപ്പോൾ Isaac was waiting for Esau to come. ഏശാവ് വരാൻ വേണ്ടിയാണ് ഇസാക്ക് കാത്തിരുന്നത്. It's now Jacob coming. എന്നാൽ ഇപ്പോൾ വരുന്നതോ യാക്കോബ്. But Isaac can't see, he's blind. ഇസാക്കിന് കാഴ്ച മങ്ങിയിരുന്ന കാരണത്താൽ ഇത് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. Then Isaac asks, are you Esau? ഏശാവല്ലേ? And then Jacob says, yes. യാക്കോബ് പറഞ്ഞു, അതെ, ഞാൻ ഏശാവാണ്. But then Isaac says, come near, let me feel you, because you sound like Jacob. നീ അടുത്തു വാ, ഞാനൊന്ന് നിന്നെ തൊട്ട് നോക്കട്ടെ, കാരണം
നിന്റെ ശബ്ദം കേട്ടിട്ട് നീ യാക്കോബിനെ പോലെ. But come near, let me feel you. നീ അടുത്ത് വാ, ഞാൻ ഒന്ന് തൊട്ട് നോക്കട്ടെ. Sounds like Jacob, feels like Esau. തൊട്ട് നോക്കിയിട്ട് ഏശാവിനെ പോലെ ഉണ്ട്, പക്ഷെ നിന്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബിനെ പോലെയാണ്. Very confusing. വളരെ സങ്കീർണത നിറഞ്ഞ The name of Jesus is made so confusing. യേശു ക്രിസ്തുവിന്റെ നാമം വളരെ കുഴച്ചിലുകൾക്ക് അകപ്പെട്ട് കിടക്കുന്നു. Gospel is made so confusing. സുവിശേഷം ഇന്ന് വളരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. Everywhere is such confusion in the churches. സഭകളിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. It sounds like Jacob, feels like Esau. ശബ്ദം കേട്ടാൽ യാക്കോബിനെ പോലെ, തൊട്ടു നോക്കുമ്പോൾ ഏശാവിനെ പോലെ. The great evangelical crisis. വലിയ സുവിശേഷ വിഹിത സങ്കീർണത. Now there's a statement repeated in the Gospels. സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്. Great multitude was following him. ഒരു വലിയ പുരുഷാരം അവനെ പിൻഗമിച്ചുകൊണ്ടിരുന്നു. Great multitude. വലിയ പുരുഷാരം. They're very passionate of him. അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ ആവേശഭരിതരായിരുന്നു. They would somehow find out Jesus where he is. Was so passionate of him. യേശുക്രിസ്തു എവിടെയാ പോയിരിക്കുന്നതെന്ന് അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും. അത്രമാത്രം ആവേശരായിരുന്നു. Left their homes and their work and carried their children. അവർ അവരുടെ വീട് വിട്ട്, ജോലി വിട്ട്, തങ്ങളുടെ പിള്ളേരെയും എടുത്തുകൊണ്ട് യേശു ഇരിക്കുന്നിടത്തേക്ക് Go up to the mountain. മലയിലാണെങ്കിൽ അവിടെ കയറി ചെല്ലും. Cross the seas. കടലുകൾ വേണമെങ്കിൽ താണ്ടി Even to the temple. ദേവാലയത്തിൽ അവർ Everywhere they will seek him out. യേശു എവിടെയുണ്ടോ അവിടെ അവർ കണ്ടെത്തിയിരിക്കും. So passionate of him, followed him. അത്ര ആവേശത്തോടെ പിന്തുടർന്നിരുന്നവരാണ്. They had such a faith in Jesus. യേശുവിൽ അങ്ങനെ ഒരു വിശ്വാസം അവർ കൊണ്ടു നടന്നു. Because it was so reasonable to have that faith. അങ്ങനെ വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റ്? ന്യായമായിട്ടും അവനെ വിശ്വസിച്ചേ പറ്റൂ. His words, കാരണം അവന്റെ വാക്കുകൾ, his works, അവന്റെ പ്രവൃത്തികൾ, his miracles, അവന്റെ അത്ഭുതങ്ങൾ, everything was spectacular. എല്ലാം വളരെ ആശ്ചര്യകരമായിരുന്നു. Their faith in him. അവരുടെ വിശ്വാസം അവനിൽ. And they would everywhere even testify of him. അവനിൽ അവർ വിശ്വസിച്ചു, എല്ലായിടത്തും അവനെ സാക്ഷിച്ചു. You have a problem? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Come, Jesus will solve it. വരിക, യേശു അത് തീർത്തു തരും. You have a sickness? Come, Jesus will solve it. നിങ്ങൾക്ക് രോഗമുണ്ടോ? യേശുവിൽ വായ, കർത്താവ് സൗഖ്യമാക്കും. You are in a predicament? Come, Jesus will take you out of it. നീ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണോ? കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. He is the solution to every problem. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശു പരിഹാരമാണ്. Just come. വരിക, യേശുവിലേക്ക് വാ. There was great revival. വലിയ ഉണർവ്. A lot of people were gathering. ഒത്തിരി പേര് തടിച്ചുകൂടി. But now there was a small group of people, very small. എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യസ്തരായി കർത്താവിന്റെ കൂടെ ഒരു ചെറിയ കൂട്ടം ആളുകളുണ്ട്. They were also following. അവരും പിൻഗമിക്കുകയാണ്. What is the difference of this following? അങ്ങനെയാണ് പിന്നെ ഇവരും അവരും തമ്മിൽ എന്താ വ്യത്യാസം? Their following was inward. ഇവരുടെ അനുഗമനം ആന്തരികമായിരുന്നു. They would listen to Christ's words. മറ്റുള്ളവർ ചെയ്യാത്തതുപോലെ ഇവർ യേശുവിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്നവരായിരുന്നു. They would apply, keep those words to their life. അവർ കേട്ട ആ വാക്കുകളെ അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റെടുക്കുമായിരുന്നു, പ്രാവർത്തികമാക്കുമായിരുന്നു. They grew in love to this great Savior. ഈ രക്ഷകനോടുള്ള ഒരു സ്നേഹത്തിൽ അവർ വളരുവാനായിട്ട് തുടങ്ങി. They were disciples. അവർ അവന്റെ ശിഷ്യന്മാരായിരുന്നു. Which means following him. അതിന്റെ അർത്ഥം തങ്ങളുടെ ഗുരുവിനെ അനുഗമിക്കുന്നവർ. They committed their life to him. അവരുടെ ജീവിതം അവന് അർപ്പിക്കപ്പെട്ടതായിരുന്നു. They pledged their love to him. അവരുടെ സ്നേഹം അവന് ശപഥം ചെയ്യപ്പെട്ടതായിരുന്നു. Greater love than every other love. ബാക്കി എല്ലാ സ്നേഹത്തിലും ഉപരിയായ ഒരു സ്നേഹം. More than husband or wife. ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള സ്നേഹത്തെക്കാട്ടിലുപരി. And more than mother or father, their love was greater for him. പിതാവിനെക്കാട്ടിലും മാതാവിനെക്കാട്ടിലും അവനോടുള്ള അവരുടെ സ്നേഹം അതിനെല്ലാം മീതെയായിരുന്നു. Their love was pledged to him. അവരുടെ സ്നേഹം അവന് അർപ്പിക്കപ്പെട്ടതായിരുന്നു. And they regarded him above every possessions they had. അവർക്കുള്ള സകല സമ്പത്തിനും മീതെ അവന് സ്ഥാനമുണ്ടായി. Greater than their profession.
അവരുടെ തൊഴിലിനേക്കാൾ അവന് സ്ഥാനമുണ്ടായിരുന്നു. Greater than their houses. അവരുടെ ഭവനങ്ങളെക്കാൾ അവന് സ്ഥാനമുണ്ടായിരുന്നു. Greater than the wealth. അവരുടെ സമ്പാദ്യത്തിന് മീതെ അവന് സ്ഥാനം നൽകിയിരുന്നു. Jesus above everything. അവരുടെ ജീവിതത്തിൽ യേശു കർത്താവ് സകലത്തിനും മീതെയായിരുന്നു. And even Jesus Christ was above their own life. അവരുടെ സ്വയ ജീവിതത്തിന് മുകളിൽ കർത്താവിന് അവർ സ്ഥാനം കൊടുത്തിരുന്നു. And they believed in him. അങ്ങനെ അവർ അവനിൽ വിശ്വസിച്ചവർ. They believed not for what they would get from Jesus. അവർ വിശ്വസിച്ചത് അവർക്ക് കിട്ടുന്ന ഏതെങ്കിലും കാര്യം നിമിത്തമായിരുന്നില്ല. But they believed him because he was the greatest gift from heaven, from the Father, for their salvation. അവരുടെ രക്ഷയ്ക്കായി പിതാവിൽ നിന്ന് നൽകപ്പെട്ട ഏറ്റവും വലിയ ദാനമായി കണ്ടിട്ട് അവർ അവനിൽ വിശ്വസിച്ചു. And they would testify of him. അവരും ഇതാ അവനെക്കുറിച്ച് അവർ സാക്ഷ്യം പറയും. What was their testimony? എന്തായിരുന്നു അവരുടെ സാക്ഷ്യം? Come, you have a problem? നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും, നിങ്ങൾ വരിക. Jesus is great miracle worker, he can deal with it. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, അവന് കൈകാര്യം ചെയ്യാം എന്നായിരുന്നു അവരുടെ സാക്ഷ്യം. That was not the testimony. ഇതായിരുന്നില്ല അവരുടെ സാക്ഷ്യം. He would say, we have found him. The law and the prophets have testified. അവരുടെ സാക്ഷ്യം എന്താണെന്ന് അറിയാം. അവർ പറയും, ഓ പ്രവാചകന്മാരും ന്യായപ്രമാണവും പറഞ്ഞവനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, നിങ്ങൾ വന്ന് കാണ്. We have found whom our father Abraham was looking forward to. നമ്മുടെ പിതാവായ അബ്രഹാം നോക്കി പാർത്തിരുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. We have seen the Savior God has sent into this world. ഈ ലോകത്തിലേക്ക് അയച്ച രക്ഷകനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. That is their witnessing. അതായിരുന്നു അവരുടെ See സാക്ഷ്യം. the difference? നിങ്ങൾ ഈ വ്യത്യാസം കണ്ടോ? Both were following. രണ്ടു കൂട്ടരും അനുഗമിക്കുന്നവരായിരുന്നു. But the multitude were following only physically, or we can say it is adhering to Jesus Christ. അവർ ബാഹ്യരൂപത്തിൽ മാത്രമാണ് അവർ പിൻഗമിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, അവർ അനുയായികളായിരുന്നു. Yes, there are people everywhere there is a meeting, they rush, go, take leave and go. നിങ്ങൾക്കറിയാമല്ലോ, എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ലീവ് എടുത്ത് ഉടനെ പോകുന്ന ആള്. There's a convention there, അവിടെ ഒരു കൺവെൻഷൻ, there's a conference here, ഇവിടെ ഒരു കോൺഫറൻസ്, there's a special meeting here. ഇവിടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. Busy with spiritual thing. ആത്മീയ കാര്യങ്ങളുമായി വളരെ തിരക്കോടുകൂടി അവർ നടക്കുന്നു. There is a way of external following. അതൊരു ബാഹ്യ രൂപത്തിൽ അനുഗമിക്കുക എന്നൊരു രീതിയുണ്ട്. Inward following is different. എന്നാൽ ആന്തരിക അനുഗമനം, പിൻഗമിക്കൽ വ്യത്യസ്തമാണ്. External following is what he calls as adherence. പുറമേയുള്ള പിൻഗമനത്തെയാണ് അനുയായി ആയിരിക്കുക എന്ന് പറയുന്നത്. But inward following is a real following where Jesus called, come after me. എന്നാൽ ആന്തരികമായ അനുഗമനം, അതിനാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരിക. Their faith was not a natural faith, it was a spiritual faith. അവരുടെ വിശ്വാസം ഒരു സ്വാഭാവിക പ്രാകൃതമായ വിശ്വാസമായിരുന്നില്ല, ആത്മീകമായിരുന്നു. Their faith didn't come seeing all this wonderful, is there something real about it? Okay, let me also believe that. ഈ ആശ്ചര്യകരമായ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കൊള്ളാം, ഇതിലെന്ത് ഉണ്ട്, ഞാനും അത് വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞു വന്നതല്ലാതെ. But where did their faith come? എന്നാൽ അവരുടെ വിശ്വാസം എവിടുന്ന് വന്നു? The moment Jesus called them, come, follow me, at that very moment the faith was generated in their hearts from God himself. യേശു കർത്താവ് അവരെ വന്ന് കണ്ട് വരിക, എൻ്റെ പിൻഗമിക്കുക എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അവരുടെ ഹൃദയത്തിൽ വിശ്വാസത്തോടു കൂടി അവർ എഴുന്നേറ്റ്. It is not the natural faith, it is a spiritual faith. ചുരുക്കം പറഞ്ഞാൽ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന, മാനുഷികമായി ഉണ്ടാകുന്ന ഒരു ബോധ്യമല്ല, മറിച്ച് ആത്മീയമായി ഉണ്ടായ ഒരു വിശ്വാസം. Excitement of the multitude would slowly erode with time. സ്വാഭാവിക വിശ്വാസത്തിലൂടെ വരുന്ന പുരുഷാരത്തിന്റെ ആ വിശ്വാസം, ആവേശം പയ്യെ കെട്ടടങ്ങാൻ തുടങ്ങും. You find every movement, every revival settle down after time. എല്ലാ ഉണർവുകളും എല്ലാ മുന്നേറ്റങ്ങളും സമയം കൊണ്ട് കെട്ടടങ്ങുന്നു. Because the natural excitement will erode with time. എന്തുകൊണ്ടെന്നാൽ സ്വാഭാവികമായ ആവേശം സമയം കൊണ്ട് കെട്ടടങ്ങുന്നു. And also when something would happen,
they would just leave. Some opposition would happen, some offense would happen, they would just leave. എന്തെങ്കിലും പ്രതികൂലമായി നടന്നാൽ, ആരെങ്കിലും എതിർത്ത് നിന്നാൽ പെട്ടെന്ന് അവർ പിന്മാറി ഉപേക്ഷിച്ചു പോകും. But the disciples' following was different. എന്നാൽ യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ പിൻഗമിക്കൽ വ്യത്യസ്തമായി. You find a slow development in them. ഈ പിൻഗമിച്ചവരുടെ ജീവിതത്തിൽ പയ്യെ സാവധാനത്തിലാണെങ്കിലും ഒരു ഒരു പുരോഗതി നമ്മൾ കാണും. There's an insight and understanding growing. അവരുടെ ഉള്ളിൽ ഉൾക്കാഴ്ച വളർന്നു വരുന്നത് നാം കാണുന്നു. പരിജ്ഞാനം വളർന്നു വരുന്നത് നാം കാണുന്നു. Yes, the wisdom and discernment is growing. അവര് ജ്ഞാനത്തിലും വിവേചനത്തിലും വളർന്നു വരുന്നത് നമ്മൾ It കാണുന്നു. went on. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. They crossed over the crucifixion. അവര് കർത്താവിന്റെ ക്രൂശീകരണം അതും അവർ കടന്നു പോകുന്നു. And they were witnesses to his resurrection. തന്റെ പുനരുത്ഥാനത്തിനും അവർ ദൃക്സാക്ഷികളായി മാറി. And in the day of Pentecost, they were mightily empowered by the Holy Spirit. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ അവർ ശക്തീകരിക്കപ്പെടുന്നു. They received meaning and purpose for their life. അവരുടെ ജീവിതത്തിന് അർത്ഥവും ഉദ്ദേശവും അവർ പ്രാപിക്കുന്നു. The multitude faith, പുരുഷാര വിശ്വാസമോ they never have meaning and purpose for life. അതിന് ഒരിക്കലും അർത്ഥവും ഉദ്ദേശവും ഇല്ല. They don't have a clear direction for life. അവരുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ദിശയില്ല. Every time they're confused before a problem. ഒരു പ്രശ്നത്തിന് മുമ്പിൽ അവരെപ്പോഴും കുഴഞ്ഞു മറിഞ്ഞവരായി A കാണും. disciple's life is onward, forward. എന്നാൽ ശിഷ്യന്റെ ജീവിതം എപ്പോഴും മുമ്പോട്ട് തന്നെ. It's forward. അത് മുന്നേറുന്നതാണ്. Because it's connected to the Savior. എന്തുകൊണ്ടെന്നാൽ രക്ഷകനുമായി It's ഘടിപ്പിക്കപ്പെട്ടിരിക്കുക. connected to the call of the Savior. രക്ഷകന്റെ വിളിയുമായി അത് It's ഘടിപ്പിക്കപ്പെട്ടിരിക്കുക. connected to the life of the Savior. രക്ഷകന്റെ ജീവിതവുമായി അത് That ഘടിപ്പിക്കപ്പെട്ടിരിക്കുക. life is motivated by meaning and purpose. ആ ജീവിതം വ്യക്തമായ അർത്ഥവും ലക്ഷ്യവും കൊണ്ട് മുമ്പോട്ട് It's തള്ളപ്പെടുന്നത്. a forward life, more and more going up and up. അത് ഉയരങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. Have you met Christ? നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയോ? Are you born again? നിങ്ങൾ വീണ്ടും ജനിച്ചോ? Just that mean that I no more live the misunderstood life. I live the right life made known to me by my Savior Jesus Christ. അതിന്റെ അർത്ഥം എന്താണെന്നോ, ഞാൻ തെറ്റായി മനസ്സിലാക്കിയ ജീവിതമല്ല മേലാൽ ജീവിക്കുന്നത്, Yes. മറിച്ച് യേശു ക്രിസ്തുവിൽ വ്യക്തമാക്കപ്പെട്ട അവന്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ഒരു പുത്തൻ I ജീവിതമാണ്. live in the light of God. ഞാൻ ദൈവത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നു. I live in the light of the Word of God. ഞാൻ ദൈവ വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നു. My direction comes from the Holy Spirit. എന്റെ ദിശ പരിശുദ്ധാത്മാവിൽ നിന്നാണ് In വരുന്നത്. fellowship with the Lord, ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മയിൽ നിന്ന് I am a satisfied person. ഞാൻ സംതൃപ്തിയുള്ള ഒരു മനുഷ്യൻ. I run my race onward and onward. എന്റെ ഓട്ടം ഞാൻ മുമ്പോട്ട് തന്നെ No ഓടിക്കൊണ്ടിരിക്കുന്നു. turning back. ഞാൻ പിന്തിരിയത്തില്ല. Always Jesus before me. എപ്പോഴും യേശു എന്റെ മുമ്പിലുണ്ട്. Hallelujah. A faith from heaven. സ്വർഗത്തിൽ നിന്നുള്ള A വിശ്വാസമാണ് vision എന്റേത്. from heaven. എന്റെ ദർശനം സ്വർഗത്തിൽ A നിന്നുള്ളതാണ്. purpose from heaven. എന്റെ ഉദ്ദേശം സ്വർഗീയമാണ്. At my death, I won't regret of life. എന്റെ മരണത്തിങ്കിൽ എന്റെ ജീവിതത്തെ കുറിച്ച് ഖേദിക്കുകയില്ല. I will say thank you, Lord, for this life. ദൈവമേ, ഈ ജീവിതത്തിനായി നന്ദി എന്ന് ഞാൻ ദൈവത്തോട് I'm പറയും. happily coming to you. ഞാൻ സന്തോഷത്തോടെ നിങ്ങളിലേക്ക് I ran വരികയാണ്. my race. ഞാൻ എന്റെ ഓട്ടം ഓടുകയാണ്. I fought my battle. ഞാൻ എന്റെ യുദ്ധം ഞാൻ ചെയ്തു. I'm waiting for my crown. എന്റെ കിരീടത്തിനായി ഞാൻ കാത്തിരിക്കും. This is Christian life. ഇതാണ് ക്രിസ്തീയ ജീവിതം. This is Christian life. ഇതാണ് ക്രിസ്തീയ The ജീവിതം. church, the ministries are there to equip you to this direction and this purpose. സഭയും ശുശ്രൂഷകളും നിങ്ങളെ ഇതിലേക്ക് ഒരുക്കുവാൻ വേണ്ടിയാണുള്ളത്. There is so much deception around. നമ്മുടെ ചുറ്റും അനേകം വഞ്ചനകൾ The നിറഞ്ഞു. devil deceives. പിശാച് ആളുകളെ വഞ്ചിക്കുന്നു. The world deceives. ലോകം We വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. are self-deceived. നമ്മുടെ സ്വയം നമ്മളെ വഞ്ചിക്കുന്നു. And many prophets, many preachers as devil's agent, they also deceive. അനേക പ്രവാചകന്മാരും പ്രസംഗികളും സാത്താന്റെ ഏജന്റുമാരായി നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. But in the struggles of life,
എന്നാൽ ജീവിതത്തിന്റെ ക്ലേശങ്ങളുടെ നടുവിൽ, in great struggles amidst life, ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളുടെ നടുവിൽ, when many people around withdraw, നിങ്ങളുടെ ചുറ്റുമുള്ള അനേകർ പിൻവാങ്ങുമ്പോൾ, you should be able to say always like Peter said, പത്രോസ് പറഞ്ഞ പോലെ നിങ്ങൾക്കും എപ്പോഴും പറയുവാൻ സാധിക്കണം, why shall we go? ഞങ്ങൾ എവിടെ പോകും? You have the words of eternal life. നിത്യജീവന്റെ മൊഴികൾ നിങ്കലാണല്ലോ ഉള്ളത്. Will you read that John 6 verse 26 and 27? യോഹന്നാൻ 26-27 വായിക്കാമോ? Yes. അതിന് യേശു, Yes. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, Yes. നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, Yeah. അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. Don't നശിച്ചു പോകുന്ന seek this Jesus. There is a popular Jesus. There is a hero Jesus. There is a famous Jesus. This is not the Jesus the disciples followed. ജനസമ്മതനായ ഒരു യേശുവുണ്ട്, ജനസ്വീകാര്യനായ ഒരു യേശുവുണ്ട്, ജനനായകനായ ഒരു യേശുവുണ്ട്. ആ യേശുവിനെ ആയിരുന്നില്ല ശിഷ്യന്മാർ പിൻഗമിച്ചത്. That is the multitudes Jesus. അത് പുരുഷാരത്തിന്റെ യേശുവാണ്. The disciples Jesus എന്നാൽ ശിഷ്യന്മാരുടെ യേശുവോ is a crucified Jesus. ക്രൂശിക്കപ്പെട്ടവനായ യേശു. The world was against him. ലോകം അവനെതിരായിരുന്നു. He said, my kingdom is not of this world. എന്റെ ലോകം, എന്റെ രാജ്യം ഐഹികമല്ല He എന്ന് didn't come with promises for this life. ഞാൻ വന്നിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയുള്ള He came വാഗ്ദാനങ്ങളുമായിട്ടാണ്. with promise of eternal life. ഞാൻ വന്നത് നിത്യജീവനായുള്ള He വാഗ്ദാനങ്ങളുമായി. told them, don't seek the food that perishes. നശിച്ചു പോകുന്ന ആഹാരത്തിനായി നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് താൻ പറഞ്ഞു. Come, I am the bread of life. വരിക, ഞാൻ ജീവന്റെ I've അപ്പമാണ്. come for eternal life. ഞാൻ നിത്യജീവൻ തരാനായി നിങ്ങളുടെ അരികിൽ വന്നു. Seek me right. എന്നെ ശരിയായി അന്വേഷിക്കുക, You will be blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Your life will be blessed. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. Your life will be secure. നിങ്ങളുടെ ജീവിതം ഭദ്രമായിരിക്കും. You will live meaningful. നിങ്ങൾ അർത്ഥപൂർണമായ ഒരു You ജീവിതം, will have a real purpose of life. ജീവിതത്തിന് നിങ്ങൾക്ക് ശരിയായ ഉദ്ദേശമുണ്ടായി. Your life will bring glory to God. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് മഹത്വം കൊണ്ടുവരും. You live a misunderstood life or a well understood life. തെറ്റായി മനസ്സിലാക്കിയ ഒരു ജീവിത രീതി തുടരുമോ, അതോ ദൈവത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ വ്യക്തമാക്കപ്പെട്ട ഒരു ജീവിതം മുമ്പോട്ട് നയിക്കുമോ? Are you an adherent or a follower? നിങ്ങൾ ഒരു ബാഹ്യ അനുയായി മാത്രമാണോ, അതോ യേശുവിനെ പിൻഗമിക്കുന്ന ഒരാളാണോ? Which is your Jesus? Christ of the disciples or Jesus of the multitude? നിങ്ങളുടെ യേശു ആരാണ്? ശിഷ്യന്മാർ കണ്ട ക്രിസ്തുവാണോ, അതോ പുരുഷാരം കണ്ട യേശുവാണോ? Again, the word has come to you. വചനം ഇതാ വീണ്ടും ഇന്നും നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു. The Lord has spoken to you. ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. Now it's up to us. ഇനി ഇത് നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. May God guide you further. ദൈവം നിങ്ങളെ മുമ്പോട്ട് നയിക്കുമാറാകട്ടെ. Amen.